ആയിട്ടുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡിലും ദ വെരി സ്വീറ്റ് ആക്ട്രസ് ദിവ്യ ഉണ്ണി നമ്മളോടൊപ്പം. ദിവ്യ ചേച്ചി, ഒരിക്കൽ കൂടെ വി വെൽക്കം യു. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ? വളരെ എനർജറ്റിക് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. താങ്ക് യു. ഒരുപാട് ഫൺ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. അപ്പൊ പ്രിൻസിപ്പൽ എത്തി, ബാക്കി കുട്ടികളൊക്കെ എവിടെ പോയി? ബാക്കി എന്നെയാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ വരും. ഓൾവേസ് ലേറ്റാ. സ്കൂളിന്റെ ബെല്ലടിക്കൂന്ന്. അതെ അതെ, മിക്കതും സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡിൽ ദ എൻറ്റയർ ടീമിനെ, നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അതായത് നമ്മുടെ ടീം മെമ്പേഴ്സ് ഓഫ് സ്റ്റാർ മാജിക്. Principal, go back! Principal, go back! Star Magic, Principal, Lakshmi Nakshatra, go back! Star Magic, Ba, 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 ba. Go back! എവിടെ കൊണ്ടുവന്ന്? പ്രിൻസിപ്പലിനെ ബാക്കിലേക്ക് കൊണ്ടാൻ പറഞ്ഞു. അതല്ല, പ്രിൻസിപ്പലിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനാ പറഞ്ഞ, ബാക്കിൽ കൊണ്ടുപോകാനാണ്. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരാ. പ്രിൻസിപ്പൽ നീതി പാലിക്കുക, നീതി പാലിക്കുക, പ്രിൻസിപ്പലിന്റെ അനാശാസ്യം നിർത്തുക, അനാവശ്യം ആവശ്യങ്ങൾ മാത്രം ചെയ്യുക, മാത്രം ചെയ്യുക. അല്ല, പറയുമ്പോ മൊത്തമായിട്ട് പറയണം കേട്ടോ. അല്ല, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പ്രിൻസിപ്പലിന്റെ പക്ഷാഘാതം നിർത്തണം. അതായത് പക്ഷാഘാതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താണ്? അപസ്മാരമാണ്. എന്റെ മലയാള ഭാഷ മാറി നിൽക്ക്. പക്ഷാഭേദം നിർത്തണം. കാണിച്ചിട്ടില്ലല്ലോ. ഈ നമ്മുടെ സ്റ്റാർ മാജിക് വന്നിട്ട് എത്ര വർഷമായി? 5-6 വർഷം. 800 എപ്പിസോഡ് കഴിഞ്ഞു. 800 എപ്പിസോഡ് നിന്ന് 986 അടി മേടിച്ചു കൊടുത്തു ഈ പാവപ്പെട്ട കളവിന്. എന്റെ പായല് കണക്ക് കേട്ടോ. 958 ഇവിടെ 1500 നിന്ന നിപ്പിക്കൊണ്ട എന്റെ അടിയെ നീ കുറച്ച് കാണിക്കരുത്. മുഖത്തിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഗെയിം പലതവണ പറയുമ്പോ മര്യാദയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചാട്ടടി. ആരെ പറഞ്ഞു? ഞാൻ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയെ, ചെറുപ്പം മുതലേ ബ്രില്യൻ്റ് ആണ്. നിങ്ങൾ ഗെയിം പറയുമ്പോഴൊക്കെ കളിക്കും. ഇത് നിങ്ങളുടെ മറ്റുള്ളവരെ വളർത്താനുള്ള ഒരു തന്ത്രഗൂഢ ശ്രമമാണ്. അയാളെ വളർത്താൻ വേണ്ടി നിങ്ങൾ വളമിട്ട് കൊടുക്കും. ഇത് നിർത്തലാക്കുക. പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. അത് ശരി. ഇത്ര നേരം പിച്ച് താത്തി പറഞ്ഞോണ്ടിരുന്ന പുള്ളിയാ. നീ കലാമണ്ഡലത്തിൽ പോയി പഠിച്ചാണോടാ? പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. പ്രിൻസിപ്പാളിന്റെ അനാശാസ്യം നിർത്തലാക്കുക. പിന്നെ പ്രവർത്തനം നിർത്തലാക്കുക. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക, കേട്ടല്ലോ. നിങ്ങൾ മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി വളമിട്ട് കൊടുക്കുന്നു. അത് ശരിയല്ല. അത് ശരിയല്ല. എന്നെ ഇടിച്ച് താത്താൻ വേണ്ടി ലോ നിൽക്കുന്ന ചേരാത്ത താടി വെച്ചവനെ നിങ്ങൾ വളമിട്ട് വളർത്തുകയാണ് ഇവിടെ. എങ്ങനെ ഞാൻ വളർത്തണു? ഞാൻ പാട്ട് പാടും. നാട്ടില് പാട്ട് പാടുന്നത് പോരാഞ്ഞിട്ട് ഗൾഫിലേക്ക് പോയി തുടങ്ങിയപ്പോ ഇവന്റെ പാട്ട് കേട്ടിട്ട് 2 ഒട്ടകം വന്ന് 3 അറബിനെ ഓടിച്ചിട്ട് കടിച്ചു. എന്നിട്ട് മരിശം തീരാത്തോണ്ട് ഒരു പനയിൽ കടിച്ചു ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പിടി ഇതുവരെ വിട്ടിട്ടില്ല. പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. അയ്യോ, ബാക്കി പറ. അത് മാത്രമല്ല, നമ്മളെ ഗേൾസിന്റെ ടോയ്ലറ്റിൽ ഇയാളുടെ നമ്പർ എഴുതി വെച്ചിരിക്കുന്നു. ബിനീഷ് ബാസിൻ സിംഗർ എന്ന് പറഞ്ഞ നമ്പർ. അത് മാത്രമല്ല, ഇയാളുടെ ഫോട്ടോയും മറിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ? ഈ മൂത്രപ്പുരയില്. കണ്ടു. അത് ഇവന്റെ ഫോട്ടോ അല്ല. ഈ ട്രാൻസ്ഫോമറിന്റെ എവിടെ അപായമില്ലേ, അതിന്റെ ഫോട്ടോ വരച്ച് വെച്ചേക്കണ. അപായമാണോ? അവന്റെ ഫോട്ടോ അല്ല. നീ കൈ ഇങ്ങനെ പിടിച്ചടാ. അതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ നിരുത്തരവാദിത്വ സംഭവങ്ങൾ നിർത്തലാക്കുക. ഞാൻ എന്ത് ചെയ്തു നീ പറയണേ? 6 വർഷമായിട്ട് ഒരു ചെറുപ്പക്കാരനെ ഈ പെങ്കൊച്ചിനെ കൊണ്ട് കെട്ടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ അവന് വണവിട്ട് കൊടുത്തു. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. അയ്യോ, അല്ല, ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാവിയിൽ വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ. വീട്ടുകാർക്ക് വരെ നിങ്ങൾ വളം വെച്ച് കൊടുക്കുകയാണ്. പറഞ്ഞത് പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. പ്രിൻസിപ്പാൾ നീതി പാലിക്കുക. എന്നെ കൊല്ലാനുള്ള എപ്പിസോഡ്. അപ്പൊ ഇതൊക്കെ ഒരു പ്രിൻസിപ്പാളിന്റെ ഉത്തരവാദിത്തപരമായ കവർ ചെയ്ത് തന്നെ പ്രിൻസിപ്പൽ എന്നുള്ള ടാഗ് എനിക്ക് തന്നത് 2 ദിവസം മുമ്പ് ആയിരുന്നു. ഹലോ പ്രിൻസി. അല്ല, അപ്പൊ നല്ല കുട്ടികളാണ്. പ്രിൻസിയുടെ അച്ഛന്റെ ഒരു ഫോൾ എന്നാണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞത്. എന്നെ ഇവിടെ ബംഗലഗായകൻ എന്ന് പറഞ്ഞ് എന്നെ താഴ്ത്തുന്നു. ശരിക്കും എന്താ പ്രശ്നം? പലരും
എന്റെ ഈ കറങ്ങണ കസാര ഉണ്ടല്ലോ മോഹിക്കുന്നുണ്ട്. ആ പ്രിൻസിപ്പൽ നീതി പാലിക്കുക. പ്രിൻസിപ്പലിന്റെ എനിക്കൊരു പരാതി. നിർത്തലാക്കുക. ആരാണ് നിങ്ങള് ഇതിന് ഈ സ്ഥാനത്തിലേക്ക് ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ? അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഗെയിം കളിക്കാമല്ലോ. മാഡം ഗെയിം ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ഒന്ന് തൂത്ത് കളഞ്ഞതൊക്കെ റിട്ടയർഡ് ആവേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മനസ്സിൽ ഈ സ്ഥാനം ഇതിനേക്കാളും നന്നായിട്ട് ഈ കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട്? നിങ്ങൾ ആരെയാണ്? ടീച്ചറിന് സമ്മതമാണെങ്കിൽ ടീച്ചറിന് സമ്മതമല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാള്. ടീച്ചറൊരു തീരുമാനം. ഞാൻ ഹാപ്പിയാണ്, ഈ പ്രിൻസിപ്പലിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഡയാന ചേട്ടാ, അവക്കാണ് ഇച്ചിരി ശമ്പളം കൊടുത്താൽ മതി. അങ്ങനെയല്ല, കഴിവ് തെളിയിക്കണം. അപ്പൊ അന്ന ചാക്കോ അന്നാച്ചാക്കാനെ നമ്മൾ ആങ്കറാക്കുകയാണെങ്കിൽ ഒരു മുടിയാട്ടം കൂടി ഫ്രീയാ. എന്തൊക്കെ പറഞ്ഞാൽ ഈ പ്രിൻസി എനിക്ക് താല്പര്യമില്ല. വളരെ ഇന്റലിജന്റ് ആയ സകലവല്ലഭനായ എന്നെ പ്രിൻസി യൂസ് ചെയ്യുന്നില്ല. ഞാൻ യൂസ് ചെയ്യേ. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യാ, എല്ലാവരും ഓരോരോ ഗെയിമിന് ഒരു പേര് പറയാ. Okay, your time starts now. ബ്ലാക്ക് കുച്ചി മച്ചാനി. കോഴിമുട്ട, വാട്ടമുട്ട. പറണ്ടോടും ചാരായോ. പറണ്ടോടും ചാരായോ. അതൊക്കെ പറ്റുള്ളൂ നമുക്ക്. തൊരപ്പനോ വരപ്പനോ. കിടക്കുക പെടുക്കുക. ഇവന്റെ ഇളയ കൊച്ചിനും ഇവനും സ്നഗ്ഗിട്ടാ ശരി, എന്റെ ട്യൂൺ മാറ്റി പിടിക്കണം. മണ്ടയില്ല തെങ്ങുകളുടെ കാൽപന്ത് കളി. കൊച്ചി TV. ഓക്കെ, അടുത്താള്. കാട്ടാക്കടയിലെ കാട്ടുകഷായം. അടിപൊളി. ഒരു വൈദ്യശാലയുടെ പേരാണ്. ബെഡ്ഷീറ്റും അമ്മായിയും. ഇനിയിപ്പോ ഇവരെന്തായാലും എഫിഷ്യന്റ് ആണല്ലോ. ഞാൻ എന്നാ പതുക്കെ അപ്പുറത്തൊരു ചെയർ കിട്ടൂ എന്നൊക്കെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് അപ്പുറത്തൊരു. അങ്ങനെ അങ്ങ് പോയാലോ? പോകല്ലേ, അയ്യോ അയ്യോ പോകല്ലേ. അയ്യോ പിളിഞ്ഞേ പോവല്ലേ. അയ്യോ പോകല്ലേ, ഞങ്ങള് പേയ്മെന്റ് കട്ടാവേ. അയ്യോ പ്രിൻസി പോകല്ലേ. അല്ലല്ല. ഇത്രയും സമരം നടത്തിയ സ്ഥിതിക്ക് ഞാൻ ക്വിറ്റ് ചെയ്യാണ്. അയ്യോ അമ്മച്ചി പോകല്ലേ. അല്ല, നിങ്ങൾ അങ്ങനെ സ്കിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്കിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. Quit ചെയ്യല്ല, ഞാൻ പരിപാടിയിൽ നിന്ന് ഇറങ്ങാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ്. അതെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മസിൽ പിടിച്ചത് അനുവാ. അപ്പൊ ഇനി അനുവാണ് ഈ കുത്തിത്തിരിപ്പ്. ഹനു ചെയ്യട്ടെ. ചെയ്യ ഹനു ചെയ്. മര്യാദക്ക് ചെയ്തോണ്ടിരുന്ന ഒരു മനുഷ്യത്തിയെ ഞാൻ പോണ്ടെന്നാണ് പറഞ്ഞത്. നീ സൂസു നിർത്തിയെന്നും പറഞ്ഞോണ്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാക്കുള്ള അവിടെ അല്ല, ഷൈൻ ചെയ്യാൻ വേണ്ടി. ഞാനോട് ബിനീഷ് ബാസിന്റെ കൈയായിരിക്കും. ലക്ഷ്മി ചേച്ചിയുടെ കൂടെ വേറൊരാളല്ലേ ആരാത്? ദാ നിക്കുന്നു. മക്കളെ ആങ്കറേ. മോൾ ആങ്കർ ചെയ്യോ? അടുത്ത് നമുക്ക് ഗെയിമിലേക്ക് കടക്കാന്ന് പറഞ്ഞിട്ട് പറ. അളിയാ ഞാനൊന്ന് ബാത്റൂമിൽ അടുത്ത ഗെയിമിലേക്ക് പോകാണ്. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. അതെന്താ കാര്യമുണ്ട്. ഇതാ, പേരെഴുതി വെക്കാനാ. അല്ല, ലക്ഷ്മി ഇല്ലാത്ത ഷോക്ക് ഞാനും ഇല്ല. ലക്ഷ്മി ഷോക്കാ. ലക്ഷ്മി ഇല്ലാത്ത ഷോക്ക് ഞാൻ ഇല്ലെന്ന്. ഞാൻ പോയിക്കോട്ടെ. ഏത് ഷോക്ക്? നിനക്കൊന്നും പറയാനില്ലേ? എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. വരല്ലേ. ഇത് ഞാൻ ഈ കൊച്ചും കൂടെ ആങ്കർ ചെയ്യേണ്ടി വരുമല്ല ദൈവമേ. ഇംഗ്ലീഷൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം എല്ലാവരും കൂടെ വിളിക്കേ. മോളെ, മോളാ ചേച്ചീനെ ഒന്ന് വിളിക്കാവോ? ഈ നിൽക്കുന്ന സാധനമാണ് ഈ കുത്തിത്തിരിപ്പ് മൊത്തം ഉണ്ടാക്കിയത്. ഉണ്ടാക്കി എന്നാ അവൾ മാറി പറയണത് നിൽക്കുക. ഞാൻ ചേച്ചി വരും, മോളൊന്ന് വിളിക്കാമോ ചേച്ചീനെ? വരാൻ പറ. ലക്ഷ്മി ചേച്ചി, വെൽക്കം ടു ദി സ്റ്റേജ്. എങ്ങനെ? ഹലോ ബാത്റൂമിൽ വരച്ചു നീയാണ് ലക്ഷ്മി ചേച്ചി. അല്ല അവള് വരുന്നില്ലെന്ന്. ഗ്യാപ്പിന് ഞാൻ വൈഫിനെ വിളിച്ചു ഒന്ന് ചെയ്യാവോന്ന് ചോദിച്ചു. വള്ള പേയ്മെന്റ് കൊണ്ടുപോകാനെന്ന് പറഞ്ഞു. ലക്ഷ്മി ചേച്ചി വാ. ഇവളെപ്പോഴും പകുതി മനസ്സ് അവിടെ കേട്ടോ. പോവണേ പോട്ടെ, ഇത് ഞാൻ ചെയ്തോളാം. ഏകാന്ത ചന്ദ്രിക പാടിയാലോ ആ, ഒന്നിച്ച്? ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരോ കൂട്ടിനോ, നിന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരോ കൂട്ടിനോ, നിന്റെ കരളിലെ പാട്ടിനോ. അതെ അതെ. ഇതിന്റെ ഇടയ്ക്ക് ബിനീഷിന്റെ അപശ്രുതി വരുന്നുണ്ട്, അതുകൊണ്ട് ലക്ഷ്മി വരും തോന്നല്ല. അല്ല, ഒരു പെട്ടിയും ഒരു കോട്ടും തന്ന ഞാൻ ജോൺ ഹോനായും കൂടെ വരാം.
ഇതിന് വിളിക്കാം. ലക്ഷ്മി മതി ഞാൻ നമുക്ക്. കുമ്പളങ്ങിക്കായൽ അങ്ങോട്ട് പാടിയാണ് കുമ്പളങ്ങിക്കായൽ. അല്ല ഇപ്പൊ വാതിലിൽ നിൽക്കണേ ഉള്ളൂ. അത് കേട്ടാ ഞാൻ അങ്ങ് വീട്ടിൽ പോക്കളെ. എന്നോട് പറഞ്ഞിട്ട് പോയത് എന്നാ അറിയാമോ, ഇതില്ലെങ്കിൽ വേണ്ട, കുറുക്കഞ്ചേരി ടയേഴ്സിൽ പഞ്ചർ ഒട്ടിച്ചാണെങ്കിലും ഞാൻ ജീവിക്കുന്നു പറഞ്ഞിറങ്ങി. ഞാൻ പറയാം. ആ. വെൽക്കം ടു സ്റ്റാർ മാജിക് പവർഡ് ബൈ. അപ്പൊ നിങ്ങൾക്ക് ഇറങ്ങി പോടി പിത്ത കാടി. ചേച്ചി ഒന്ന് വിളിക്കാമോ? ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത് പറ്റുമോ? ഞങ്ങൾക്ക് ലക്ഷ്മി മതി. പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഈ ഷോയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുന്നതിന് രക്ഷിക്കാൻ ലക്ഷ്മി. ലക്ഷ്മിയോ? ലക്ഷ്മി ഒന്ന് വിളിച്ചേ. അല്ല അത് നിങ്ങൾക്ക് ഒരു കുറ്റബോധം ഉണ്ടെന്നും ഇപ്പോഴും ആരുടെയും മുഖത്ത് തോന്നണില്ല. കുറ്റബോധമുണ്ട്, പക്ഷേ ചമ്മല് കാരണം പുറത്ത് കാണിക്കാത്ത എല്ലാം ഉണ്ട്. ചോദിച്ചു നോക്കാം. ഞങ്ങളെ ലക്ഷ്മി ഒരു പാട്ട് പാടി വിളിക്കാൻ പോവുകയാണ്, ഞാനും അജുപ്ഷയും കൂടി ചേർന്ന്. എന്റെ ദൈവമേ പൊളിഞ്ഞ്. ലക്ഷ്മി വാവ ലക്ഷ്മി വാവ നീ എൻ സൗഭാഗ്യം. ലക്ഷ്മി വാവ ലക്ഷ്മി വാവ ഇത് കേട്ടിട്ടെങ്കിലും ഒന്ന് വാ. ഇതിൽ നല്ല കട്ടൻ ചായ. ഒരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാവരും നിങ്ങളൊരു 10 ഏത്തം ഇട്ടിട്ട് ലക്ഷ്മി വരൂ ലക്ഷ്മി വരൂ ലക്ഷ്മി വരൂ 3 തവണ. വീട്ടിലേക്കൊന്ന് വിളിച്ചു ചോദിക്കട്ടെ അച്ഛനെ. എനിക്ക് ഇടാൻ പറ്റില്ല. ക്ഷത്രിയന്മാർ ഇങ്ങനെ താന്നു കൊടുക്കാറില്ല. അല്ല അതെല്ലാവരും ഹലോ എല്ലാവരും ചെയ്യണമല്ലോ അങ്ങ് ചെയ്താൽ മതി. എത്ര ഏത്തം? വെൽക്കം ടു സ്റ്റാർ മാജിക് പവർഡ് ബൈ. ഇറങ്ങി പോടി പിത്ത കാടി. അയൽവക്കത്തെ വീട്ടിലൊക്കെ വഴക്ക് കേൾക്കൂല, അതുപോലെ 10 ഏത്തം ഇടേണ്ടി വരും, അല്ലാണ്ട് വരില്ല. കാരണം നിങ്ങളൊക്കെ കൂടെ നിങ്ങൾക്ക് എന്തൊരു ഒരുമയായിരുന്നു സമരം ചെയ്തപ്പോ. നീ എന്ത് കാണിക്കാൻ പോയതാ? അല്ല എന്റെ ലക്ഷ്മി. ഏത്തടാ, ഞാനൊന്ന് നെടുമുടി വേണുവിനെ എടുക്കാൻ പോയത്. അല്ല എന്റെ ലക്ഷ്മി എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ. പെട്ടെന്ന് ആവട്ടെ. ഹലോ, ഞാൻ എണ്ണാം. മോളുണ്ടെങ്കിൽ കൊച്ചിന് 10 വരെ അറിയാവുള്ളൂ. റെഡി? കൊച്ചിന്റെ തലയിൽ Ready, 1 2 3 go. 1 2 3 4 വലിച്ചു പറഞ്ഞ മോളെ. 5 6 അയ്യോ 10. മതി. അല്ല ഇനി ലക്ഷ്മി വരൂന്ന് ഉറക്കെ എല്ലാരും കൂടെ ഒന്നിച്ച്. ലക്ഷ്മി കം ബാക്ക്. ലക്ഷ്മി കം ബാക്ക്. ലക്ഷ്മി കം ബാക്ക്. ലക്ഷ്മി കം ബാക്ക്. എന്റെ ഡ്രസ്സിന്റെ ബാക്കിൽ കുതിര സേഫ്റ്റി പിൻ ഇവിടെ മറന്നു വെച്ചിട്ട് എടുക്കാൻ വന്നു. ഓഹോ, എന്റെ പാനെ കുത്തിയേക്കണ സേഫ്റ്റി പിന്ന് മതിയോ? അത് താഴെ കിടപ്പുണ്ടോ? പെട്ടെന്ന് സുഭാഷ് ചേട്ടാ വണ്ടി റെഡി അല്ലേ? പോവല്ലേ ചേച്ചി? അല്ല ഞാൻ പറഞ്ഞില്ലേ പോവല്ലേ? എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറയട്ടെ. 6 വർഷം ഞാൻ അത്ര സിൻസിയർ ആയിട്ട് നിന്നേ, പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ നിങ്ങൾ എല്ലാവരും തിരിഞ്ഞ് ബാക്കി നിന്ന് ഇതാക്കുക പറയുമ്പോൾ പേഴ്സണലി ഭയങ്കര വിഷമായി. ഞങ്ങളല്ല ബാക്കി. അല്ല അതല്ല ഞാൻ ആകാശദൂതിലെ ഇളയ ചെറുക്കനാണ്. എന്നെ കൂടെ കൊണ്ടുപോകും. എന്നെ കൂടെ 56 വയസ്സുള്ള ഇളയ ചേർക്കണേ. വാ വാ വാ. ചേച്ചി പോവല്ലേ ചേച്ചി? പോകാൻ താല്പര്യമില്ല. നമ്മുടെ മോളെ ഓർത്തെങ്കിലും നീ പോകരുത്. ആരുടെ മോള്? നമ്മുടെ ദിവ്യാമണി ചേച്ചി ഒന്നും കൂടെ പറയും. ഇതിനൊക്കെ മനസ്സിൽ തട്ടി തന്നെ വിഷമിച്ചിരുന്നു കേട്ടോ. അതെ മനസ്സിൽ തട്ടിയിട്ടുണ്ടല്ലോ, ബട്ടൺസ് 2 പൊട്ടിപ്പോയ. ഞാനൊന്ന് മാറി നിന്നപ്പോഴേ ചിലർക്ക് എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട്. വേറെ ചിലര് കോടികളുടെ ഇല്ലാത്ത ബ്രാൻഡിങ് വരെ ഉണ്ടാക്കി പറയാൻ ശ്രമിച്ചു. അല്ലല്ല ഞാനിപ്പോ വന്നത് എന്റെ കണ്ടോ ഇവിടെ ലൂസാ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു സെറ്റ് കളിക്കാനുള്ള പൈസ പോലും ഇല്ല കയ്യിൽ. അല്ല ചേട്ടാ, അതിവിടെ എവിടെയോ താഴെ പോയി. അപ്പൊ അതായിരുന്നു. ലക്ഷ്മി നല്ലൊരു ആങ്കർ മാത്രമല്ല, ആർട്ടിസ്റ്റ് കൂടെയാണ്. ലക്ഷ്മി നോ പ്രോബ്ലം. ചേച്ചി ഞാൻ എന്ത് ചെയ്യണം? അല്ല എനിക്ക് തോന്നുന്നു ഇവരൊക്കെ അത് ഒരു നിമിഷത്തെ അറിവില്ലായ്മയിൽ പറ്റിപ്പോയതാണെന്നാ എനിക്ക് തോന്നണത്. എന്നെക്കാളും ഇത്രയും വയസ്സ് മൂത്ത ആൾക്കാരല്ലേ ഇവരൊക്കെ? അതെ, അപ്പൊ അതൊരു തിരിച്ചറിവിന്റെ നിമിഷമാണെന്ന് പറഞ്ഞല്ലോ. അത് ആക്ച്വലി അവര് പറഞ്ഞിട്ടാണ് ഞങ്ങളും ആ താളത്തിനകത്ത് നിന്ന്. മനസ്സിലായില്ലേ? മൂത്തവര് പറയുമ്പോൾ നമ്മൾ നോ പറയും. മാറിക്കടി. ഇവള് എന്റെ ചെവിയിൽ പവേഡ് ബൈ എന്നൊക്കെ പറയാ. ഇതിനങ്ങനെ പറയാ. എന്നിട്ട് അവളാ ചെന്ന് ചേച്ചി പോവല്ലേ പൗഡർ ചേച്ചി പോയി. എനിവേസ് അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാക്കുക. അങ്ങനെ പറയാം. ലക്ഷ്മി പോലെ. ഇല്ല, അവരിത്രയൊക്കെ സിൻസിയർ ആയിട്ട് അപ്പോളജൈസ് ചെയ്യുമ്പോ അതൊന്ന് അക്സെപ്റ്റ് ചെയ്തൂടെ ഒരു തവണത്തേക്കെങ്കിലും. ചേച്ചി പറഞ്ഞ എന്ത് നമ്മൾ ചെയ്യും. അയ്യോ വേണ്ടപ്പാ. ഇനി നമ്മുടെ ആങ്കർ ലക്ഷ്മി പോകാതിരിക്കാൻ വേണ്ടി ചേച്ചി വേണമെങ്കിൽ ഒരു 10 ഏത്തം. ഇവരിവിടെ ഏത്തൊക്കെ ഇട്ടു. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് ഏത്തോടാ. അപ്പൊ പറയാ ഞാനിവിടെ ഇരുന്നോളൂ, ഞങ്ങൾ ചെയ്യാം. അത് കൊള്ളാം. അല്ലെങ്കിൽ
നേരത്തെ പോയ പിന്നെ ആ ഓക്കെ പിന്നിട്ട് അജൂബ് ഷാ പറഞ്ഞ ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോവാനാണ് ഇത് ഉദ്ദേശിച്ചത്. അല്ല നീ പോകരുത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്തേ ലക്ഷ്മി, ഇനി പവർ കൂടുവാണ് മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. ഏത് ശക്തിയും എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ നോക്കിയാലും ഞാൻ പോവില്ല എന്നുള്ളൊരു promise തന്നിട്ട് welcome all of you once again in the Star Magic. ഇനി ഞങ്ങളുടെ Power കൂടാണ് മോനെ. എന്തിനാടോ പരമേശ്വര ഇങ്ങനെ വിഷമിക്കുന്നത്? തനിക്കറിയോ, എൻ്റെ പപ്പ നാളെ ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പുറത്തു പോവുകയാണ്. ഞാനും വേണം അവൾക്കൊന്ന് കണ്ണെഴുതി കൊടുക്കാൻ. മറ്റാരെങ്കിലും അവളെ കണ്ണിത്തൊട്ട അവൾ കരയും. എൻ്റെ പപ്പയുടെ കല്യാണം ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഏട്ടനായ ഞാൻ എൻ്റെ പപ്പയുടെ കല്യാണം നടത്തും. അല്ല ഞാൻ അത് മനസ്സിലായില്ല. നീ കള്ളാണോ കഞ്ചാവാണോ? അത് പപ്പയുടെ കല്യാണം അച്ഛൻ നടത്തി. അച്ഛൻ്റെ എൻ്റെ പപ്പയുടെ കല്യാണം അച്ഛനില്ലാത്ത ഞാൻ ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ പപ്പയുടെ കല്യാണം നടത്തി കൊടുക്കും. ഇത് കഞ്ചാവ് തന്നെയാണ്. പിന്നെ പപ്പയുടെ കല്യാണം അച്ഛൻ നടത്തി കൊടുക്കണം. അച്ഛനല്ലേ പപ്പ? പപ്പയുടെ എൻ്റെ പപ്പയെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. അപ്പ കഞ്ചാവ് മുതു കഞ്ചാവ് പെങ്ങളെ പപ്പയായിട്ടാ ഉണ്ടാക്കണേ. ഹലോ ഹലോ അതല്ല, ഇത് ഞാൻ പരമേശ്വരൻ, ഞാൻ മോഹൻലാലാണ്, മനസ്സിലായോ? അപ്പൊ എൻ്റെ അനിയത്തിയുടെ പേരാണ് പപ്പ. ആ പപ്പയുടെ കല്യാണം ഒരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം നടത്തി കൊടുക്കും. ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ നടത്തിക്കൊടേണ്ട പരമേശ്വര. എനിക്കറിയോ, അവളുടെ ഒരു കണ്ണെഴുതണമെങ്കിൽ ഈ ഏട്ടൻ വേണം. മറ്റൊരാളുടെ കണ്ണി തൊട്ട് അവള് കരയും. ഞാൻ എന്ത് ചെയ്യും? നാളെ കല്യാണം കഴിഞ്ഞ് പോയാൽ ഞാൻ എന്ത് ചെയ്യോടോ? എന്ത് ചെയ്യാൻ? അവിടെ ഉണ്ടാവുമല്ലോ പപ്പ. അതെ, പപ്പയ്ക്ക് എന്റെ പപ്പ മ്യൂസിക് ഡയറക്ടർ ഒരു പ്രാവശ്യം അവാർഡുള്ള അടുത്ത പാട്ടറാ. എന്റെ കണ്ണിന്റെ ചേട്ടൻ എഴുതിയാ മതി. എന്റെ കണ്ണ് പപ്പ എന്റെ ചേട്ടൻ എഴുതിയാ മതി. എന്റെ ചേട്ടൻ എഴുതിയാ മതി. ഇത് പപ്പയല്ല മമ്മിയാ. പപ്പ നാളെ കല്യാണം കഴിഞ്ഞ് പോയാ അവിടെ എന്റെ പപ്പയുടെ കണ്ണിൽ ആരെഴുത്തരും പപ്പ? എന്റെ കണ്ണ് ഞാൻ കണ്ണി തൊട്ടില്ലല്ലോ പപ്പ, പിന്നെ എന്തിനാ കരയണത്? കണ്ണി തൊട്ടില്ല. നിന്റെ മരം പോലത്തെ കാലെന്റെ കാലിൽ നിന്ന് എടുത്ത് മാറ്റി. എന്താ പപ്പ അവിടെ ചെന്നാ എന്റെ പപ്പ ഇപ്പൊ എന്റെ പപ്പയെ കാണാൻ ഒരു ദേവതയെ പോലുണ്ട്. അതെ, ദേവത. നോക്കതേ. ദേവതയാണ്, വനദേവത. ദിവ്യ ഉണ്ണി തോറ്റു. അതിന്റെ സെക്കൻഡ് പാർട്ടിന് എന്നെ വിളിക്കുള്ളൂ. സൂപ്പർ, നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് കണ്ണെഴുതിയാണോ അതോ ആറന്മുള ചുണ്ടമ്പള്ള എടുത്തിട്ട് വെച്ചേക്കുന്നത്? ഞാൻ ഈ പടിയിറങ്ങി പോയിരുന്നാലും എന്റെ ചേട്ടൻ ജീവിക്കും. അതെങ്ങനെ? ബ്യൂട്ടി പാർലർ നടത്തിയെങ്കിലും ജീവിക്കും. അത്ര ഫിനിഷിംഗില വരച്ചു വെച്ചിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. എന്റെ കൈ കൊണ്ട് എഴുതിയതാണ്. ആണാ? ഈ കൈ കൊണ്ട് തന്നെ സ്കിറ്റ് എഴുതിയത്. നന്നായിട്ടുണ്ട്. കാൽപ്പായപ്പോഴും ഇങ്ങനെ ഫുള്ള് ഞാൻ ഇങ്ങനെ ആലോചിക്കണം ഈ സ്കിറ്റ് എങ്ങനെ പോകുന്നത്. പപ്പ പപ്പയ്ക്കറിയോ? പപ്പയ്ക്കറിയോ? പപ്പയ്ക്കറിയാവുന്ന മനസ്സിലായില്ല? പപ്പയ്ക്കറിയോ? ഒരു കാലത്ത് അതൊക്കെ അല്ലേ ഉള്ളു പപ്പയ്ക്ക. നമ്മളവിടെ വീട്ടിന് തൊട്ട് ബാക്കിൽ ഇപ്പുണ്ട്. അത് വിളഞ്ഞ പപ്പയ്ക്ക് അമ്മ പറിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ, എരിശ്ശേരി വെക്കും. അത് ഉഴുന്നൊക്കെ വറുത്തിട്ട് എരിശ്ശേരി വെച്ച് ഞാൻ 2 പ്ലേറ്റ് ചോറ്. നീ എനിക്ക് മീൻ കറിയാണല്ലോ ചോറ്. അതെ, അത് എരിശ്ശേരി വെക്കണം. അത് മാത്രമല്ല തോരൻ വെച്ച് മഞ്ഞ കൂടെ ഇട്ട് ഇളക്കി തോരൻ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ അടിപൊളിയാ. പപ്പയ്ക്കല്ലാണല്ലോ. ഓ അടിപൊളി സൂപ്പർ അല്ലേ? അത് പച്ചക്ക് കറയോട് തിന്നെ നല്ലതാണ്. നിന്റെ കൃമി അടിക്കുന്ന നല്ലതാണ്. പപ്പയ്ക്ക് അതെ അതെ. ഇവിടെ പപ്പയ്ക്ക് രസം പറയേണ്ട കാര്യം. നീ അല്ലേ ഇപ്പൊ പപ്പയ്ക്കട പറഞ്ഞത്?
എടാ പപ്പയ്ക്കടെ കേസ് നീയല്ലേ പറഞ്ഞത്? പപ്പയ്ക്ക് പപ്പയ്ക്ക് അറിയാമോന്നടാ, നീ പപ്പയാണ് ഇതില്. ഞാനാ? എടാ പ്രാന്തായി സ്കിറ്റ്, നീയാണ് പപ്പ. ഞാൻ പപ്പേ? ഓ. അപ്പൊ നീ ആര്? അപ്പൂസ? പപ്പയുടെ സ്വന്തം അപ്പൂസ? മക്കളാടാ പാടാ മക്കളെ, എന്നെ കൂടെ എടുത്തിട്ട് പാടാ മക്കളെ. എടാ പ്രാന്താടാ. പിന്നെ എടാ നീ പപ്പയാണെന്ന്. ക്രിസ്മസ് പപ്പേ? അപ്പൊ വെള്ളത്താടിയൊന്നും ഇല്ല, ഈ ഡ്രസ് അല്ലല്ലേ, ഈ പാവാട ഞാൻ എങ്ങനെ ക്രിസ്മസ് പപ്പ? പപ്പയല്ല, നീ പരമേശ്വരന്റെ അനിയത്തി പപ്പ. എല്ലായിടത്തും വെച്ച് അടിച്ചു തരും. നീ പുരാണം മാറ്റണടാ. പരമേശ്വരൻ അനിയത്തി പപ്പേ? പരമേശ്വരൻ ഞാൻ മോഹൻലാലാണ്. നീയാ? ഓ മോഹൻലാലിരിക്കുന്നു, മോഹൻലാല് കണ്ടോ, മോഹൻലാല്. ഞാൻ പപ്പ, ഞാൻ കറക്റ്റ് ഫിഗർ ആണ്. നീ മോഹൻലാൽ എന്ന് പറഞ്ഞ പപ്പ എന്ന് പറഞ്ഞാൽ നീ ദിവ്യ ഉണ്ണിയായിട്ടാണ് നിൽക്കുന്നത്. ഞാനാ? ഓ പപ്പ, നിനക്ക് എന്ത് വേണം? നിനക്ക് എന്ത് വേണമെങ്കിലും ഈ ഏട്ടൻ തരും. ആദ്യം ഒരു കാര്യം ചെയ്യാൻ പറയൂ, ഈ ഇടയ്ക്ക് ഇടുന്ന ആ മ്യൂസിക്കിൽ ഒന്ന് താക്കള. അത് ഡയറക്ടർക്ക് ഒരു കൊല്ലത്തിൽ ഒറ്റ അവാർഡേ ഉള്ളൂ. പപ്പ, നിനക്ക് എന്ത് വേണമെങ്കിലും ഈ ഏട്ടൻ തരും. ഇപ്പൊ തൽക്കാലം വേറൊന്നും വേണ്ട. ഇവിടുന്ന് 2 അടി അങ്ങോട്ട് മാറാൻ ഒരു 2 കൗണ്ടർ കിട്ടുമോ? നിലവാരമില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും എനിക്ക് അടിച്ച് കയറാൻ പറ്റും. 2 കൗണ്ടോട്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ലെവലിൽ ഞാൻ അടിച്ചത്. നിന്നെ ബാധ്യ സർട്ടിഫിക്കറ്റ് വിളിച്ചെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇല്ലേ, എനിക്കുള്ളതല്ല എന്റെ പപ്പയ്ക്കുള്ളതാണ്. ഇവിടെ കിഴങ്ങ് മുഴുങ്ങി വെച്ചേക്കില്ല. ഇവിടെ ഈ 5-6 വെള്ള ഉടുപ്പും 5-6 വെള്ള മുണ്ടും കുറെ കത്തിച്ച് വലിച്ചാൽ ബീഡി കുറ്റി അല്ലാതെ ഒരു സാധനമില്ല. നിങ്ങൾ കേൾക്കണം, എന്നെ കെട്ടിക്കാൻ ഞാൻ തൊഴിലുറപ്പിന് കൊണ്ടുപോയി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആ പൈസ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അത് മാത്രം എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ വീട്ടുകാർ വരുന്നത്, എന്നിട്ട് ഡയലോഗ് അടിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കാം, അത് പിടിച്ചേ ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു ചേട്ടൻ കൊച്ചിനില്ലായിരുന്ന? ഞാൻ ആ കല്യാണത്തിന് വന്നിരുന്നു, എനിക്കറിയാം ആ ദിവസം നിങ്ങളെ ജയിലിലൊക്കെ പിടിച്ചോണ്ട് പോയി. അത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ അവിടുന്ന് പൊറോട്ട ഇറങ്ങി നിന്ന് 100 തന്നിട്ടാണ് പോയത്. ആ ചേട്ടനെ അനുകരിക്കുന്നതാണ് ഈ നിൽക്കുന്ന ചേട്ടായി, ഈ നിലവാരമില്ലാത്ത ചേട്ടായി. പപ്പ, ഇന്ന് മുതൽ ഒരു സത്യം അറിയാൻ പോവുകയാണ്. സത്യം അറിയാൻ പോകുന്ന? സത്യം അറിയാൻ പോകണം എന്നാലും പറഞ്ഞു. ഞാൻ എക്സ്ട്രാ അഡീഷണൽ കൗണ്ടർ കയറ്റിയതാ, കൈ നിട്ടതാണ്. ആദ്യം ഉള്ളത് വേണം, അഡീഷണൽ. ഇന്ന് മുതൽ ഒരു സത്യം അറിയാൻ പോവുകയാണ്. എനിക്ക് പരമേശ്വരൻ എന്ന് മാത്രമല്ല പേര്, ഉസ്താദ് എന്നൊരു പേരും കൂടിയുണ്ട്. ഉസ്താദ്. ഞാൻ അതാണ് കുറെ നേരം കൊണ്ട് ആലോചിക്കുന്നത്, കൊച്ചിന്റെ ചേട്ടന്റെ പേരെന്താണെന്ന് ഇങ്ങനെ ആലോചിക്കരുത്. ഇതുപോലെ ഉസ്താദ് എന്നല്ലേ ചേട്ടന്റെ പേരും? അല്ലേ? ഇത് അതുപോലത്തെ ഒരു ഉസ്താദാണ്. പക്ഷെ ഇത് ഏതിന്റെ ഉസ്താദ് എന്നറിയാം? ചാരായത്തിന്റെ ഉസ്താദ്, പിന്നെ തീറ്റയുടെ ഉസ്താദ്, പോക്കറ്റടിയുടെ ഉസ്താദ്, തീമ്പിടിയുടെ ഉസ്താദ്. വാക്കത്തി ഞാൻ എടുക്കും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പപ്പയ്ക്കറിയോ, ബോംബെയിൽ മാർവാടികൾ തലവെട്ടുന്ന ക്രൂരനായ ഉസ്താദ്. ഈ ക്രൂരനായ ഉസ്താദിന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ നിന്ന് വിളക്കം കൊണ്ടുപോകണം. ഈ ഉസ്താദിന് മൂത്രം ഒഴിക്കണമെങ്കിൽ. അത് മാത്രമല്ല, ഉണ്ണിക്കുട്ടന്റെ കെട്ടായിരുന്നു. അപ്പൊ അയ്യപ്പം കഞ്ഞി കൊണ്ട് കൊടുത്തപ്പോ അതിന്റെ കൂട്ടുകാർ തീർന്നെന്ന് പറഞ്ഞ് ഉസ്താദ് വെളിയിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഇനി പാട്ടാണ്. തീർച്ച ഇല്ല ജനം. അത് കറക്റ്റാ, തീർച്ച ഇല്ല ജനം ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. 10 പേരുണ്ടായിരുന്നു, അവർ ഒഴിച്ചു പോയി. ഉസ്താദ് കൂടെ കണ്ടപ്പോ അത് ഒഴിച്ചു പോയി. നേർച്ച എന്തും പറ്റും. നേർച്ചയാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാ ആഴ്ചയിലും കൂടെ നമുക്ക് ഈ സ്കിറ്റ് കളിച്ച് ചളിയാക്കുന്നത് നമ്മളെ നേർച്ചയാണ്. ആന വരേണ്ടത് കണ്ടവരോടിയിട്ട്. ആന വരെ അല്ല വരേണ്ടത്, ഫ്രണ്ടിൽ ഒരാളിരിക്കുമല്ലോ ഡയറക്ടർ, പുള്ളിയാണ് വരണ്ടിരിക്കുന്നത്. എന്തൊരു തൊന്തരവാണിത്. അതാണ് ഞാൻ നമുക്കിത് എന്തൊരു തൊന്തരവടേ. ആവശ്യമില്ലാത്തടത്ത് മൊത്തം മ്യൂസിക് ഇട്ടോ എന്റെ പഞ്ച് കൊടുത്തു, അത് ഇടൂല. അയ്യോ, തീർന്നായിട്ട് ഞങ്ങക്ക് തോന്നിയില്ല. ഇത്രേ ഉള്ളൂ. പപ്പയുടെ കല്യാണം അപ്പൊ നാളെ കല്യാണത്തിന് ശേഷം റിസപ്ഷൻ ബാക്കി. നീ ആരുടെ ഫിഗർ ചെയ്തത്? അനുവിന്റെ ഫിഗർ സൈഡിൽ. ഞാൻ ഈ വേഷം വിട്ടിട്ട് ചേട്ടൻ ആരുടെ ഫിഗർ കറക്റ്റ് അതേ നോക്കിയേ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു അച്ഛന് വാർത്ത പോലെ അനു വരുമ്പോ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ഇതുപോലെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണേ. ഏറ്റവും ആദ്യം നമുക്ക് ദിവ്യചേച്ചിയോട് ചോദിക്കാം കേട്ടോ, എന്നിട്ട് പറയാം. ദിവ്യചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? അത് വേണോ? ആദ്യം തന്നെ, അതായത് ചേച്ചി അറിഞ്ഞിരുന്നില്ല തങ്കുന്റെ പപ്പക്കുട്ടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് പപ്പയുടെ എൻട്രി. പെട്ടെന്ന് നോക്കിയപ്പോഴൊന്നും ഞെട്ടി അല്ലേ? എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ? ഓപ്പണിംഗ് തൊട്ടേ നല്ലതായിരുന്നു. ഇത് ശരിക്കും സർപ്രൈസ് എൻട്രി ആയിരുന്നു. പിന്നെ കണ്ണും കൂടി എഴുതിയപ്പോ നല്ല ഭംഗിയായി. ഈ ദിവ്യോണ്ടിക്ക് കണ്ണു പറ്റാതെ കണ്ണെഴുതി കഴിഞ്ഞപ്പോഴേ ഒരാൾക്ക് 2 പുരുകന്നു, ഇവിടെന്നും ഇവിടെന്നും. അല്ല, ഇത് കുത്തിട്ടല്ലേ? ഞാൻ വിചാരിച്ചത് ബ്യൂട്ടി സ്പോട്ട് ഇട്ടത്. ഇതിൽ സ്ഥലമില്ല ബ്യൂട്ടി സ്പോട്ട്, എല്ലാം ബ്യൂട്ടിയാണ്. ചേച്ചി, പെട്ടെന്ന് ഉസ്താദ് ആ ഒരു ഷൂട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തപ്പോ പെട്ടെന്ന്
പെട്ടെന്ന് ഈ ഒരു ഫിലിം പറയുമ്പോൾ എന്താ റിക്കളക്ട് ചെയ്യണേ? ഇതിനോട് ചേർന്നിട്ടുള്ള സീൻ തന്നെയാണ്. അതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സീൻ. അതാണ് ആ ഒരു ഇമോഷണൽ ബോണ്ട്, ഒരു ബ്രദർ ആൻഡ് സിസ്റ്ററിൻ്റെ ഇമോഷണൽ ബോണ്ട് വരുത്തുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സീൻ അതായിരുന്നു. ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സീനാണ്. ഇപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അതെടുത്താണ് നശിപ്പിച്ചെന്നാണ് പറയണത്. അല്ല, ഇതൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ആ ചെയ്ത ആർട്ടിസ്റ്റുകളെടുത്തും ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അവസാനം നമ്മൾ ഒരു ക്ഷമ ചോദിക്കും. ഈ സ്കിറ്റ് ഇഷ്ടായോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. വളരെ നല്ലതായിരുന്നു. കുറച്ചു നേരം ചേച്ചി ഇങ്ങനെ വെച്ചിട്ടാ ചിരിച്ചുകൊണ്ടിരുന്നത്. അല്ല, അത് അത്ര സീരിയസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തമാശയാക്കുമ്പോ ചിരി വരണത്. അല്ല, തമാശയല്ല, സീരിയസ്. നമ്മൾക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ എളുപ്പം. പക്ഷെ ആ കൗണ്ടർ പിടിച്ച് കയറി അവരവിടെ ഒരു സദ്യ മുഴുവൻ വെച്ചു. ആ പപ്പ എന്നുള്ളതിന്റെ കപ്പങ്ങയിൽ പോയി എരിശ്ശേരി വറുത്ത് അരച്ച് അവരെല്ലാ ഡിഷസും വെച്ചു. അത് ഈസി അല്ല അങ്ങനെ ഉരുളക്കുപ്പേരി പോലെ അങ്ങനെ വരാൻ. അപ്പോ നല്ല പാചകവും ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ടു എനിക്ക്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഭാഗത്ത് നല്ലൊരു കുഞ്ഞി വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഒരു സ്റ്റാർ മാജിക് വേർഷൻ. ഒന്ന് പോയി ഒഴിഞ്ഞിട്ടോളൂ കേട്ടോ. അതിന്റെ ആവശ്യമില്ല, വെളിയിറങ്ങുമ്പോ ഒഴിഞ്ഞിട്ട് പറഞ്ഞു. ഒരു പോമോനെ ദിനേശ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമുക്ക് ഇപ്പൊ ചെയ്താലോ? ഇതാരാ? അപ്പ ഇതോ? അത് തങ്കു. എങ്ങനെ വന്നാലും അറിയാം. ശരി, ഇനി എങ്ങനെ പോമോനെ ദിനേശ കാണിക്കാം? അങ്കിൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. ലാലേട്ടൻ എങ്ങനെയാവുക? നീ ഇപ്പോ മോനെ ദിനേശ കൂടിയോട്ടത്തിൽ എന്നെ കൂടെ ഒന്ന് പോകാൻ പറ. അവൻ പോകും. ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു. അതിന് പറഞ്ഞോട്ടോ, തങ്കച്ചൻ ചേട്ടൻ ദിഗംബരന്റെ കൂടെ ഇരിക്കണം. ഇനി നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമിലേക്കാണ് പോണേ. അപ്പോൾ ആദ്യം തന്നെ ഗെയിമിന്റെ പേര് പറയാം. ആ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പേര് പറഞ്ഞോട്ടെ, അങ്ങോട്ട് ഒരു സജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, ക്ലിപ്പോ പ്ലിക്കോ ആയിരിക്കൂലേ? വേറെന്തോന്ന് എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കൊല്ലം നീ വീട്ടിൽ ഇരുന്നാ ഓർമ്മ നിനക്ക് വേണം. സ്റ്റാർ മാജിക്കില് നമ്മളിനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സ്റ്റിക്കിലോ ക്ലിപ്പിലോ. സ്റ്റിക്കിലോ ക്ലിപ്പിലോ എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. ഈ ടീമിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു വരും. ഓക്കെ, ഈ ടീമിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു വരും. ക്ലൈമാക്സ് വിളിച്ചു. ഓക്കെ, അപ്പൊ സ്റ്റിക്കിലോ ക്ലിപ്പിലോ എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. രണ്ട് ടീമും ഒരു സെറ്റ് ആയിരിക്കും, ഈ ടീമും സെറ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് തിരിയൂ. ഓ, ഭയങ്കര ബുദ്ധി. ഓക്കെ, അപ്പോൾ നിങ്ങളെ നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആണ് നിർത്തുക. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ആൻഡ് ഇവരുടെ രണ്ടുപേരുടെ മൂക്കിലും അവിടെ രണ്ടുപേരുടെ മൂക്കിലും ഒരു ക്ലിപ്പ് നമ്മളിങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആകാരം കൂടും. എന്നിട്ട് ഇവരെന്താ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നിന്നിട്ട് മാക്സിമം ഓരോ ക്ലിപ്സും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെ നിങ്ങളുടെ കംപ്ലീറ്റ് ക്ലിപ്സ് റിലീസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ നോസിൽ വെച്ചിട്ടുള്ള ഈ ഒരു സംഗതി നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ടീമിന്റെ ഒരാളുടെ ചെവിയിൽ കൊണ്ടുവയ്ക്കാം. നമ്മളിപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ദിനേശിന്റെ ഭാഗത്ത് ഓണത്തുമ്പിയോ? നിങ്ങൾ കൈ ഹോൾഡ് ചെയ്യണം ടീമേ. സുമേ, കൈ ഹോൾഡ് ചെയ്യണം. ആരും പറഞ്ഞു കൊടുക്കരുത്. എടാ, വിജയിലെ തെരിയിലെ വില്ല നിക്കണ കാണിക്കണടാ. അയ്യോ,
ഒരാളുടെ പോയാൽ മതി, കംപ്ലീറ്റ്. ഒരാളുടെ പോയാൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ സ്റ്റിക്കിലോ ക്ലിപ്പിലോ എന്ന് പറഞ്ഞ ഒരു ഗെയിം കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ സുമയും ജിഷ്ണും കൂടിയിട്ടാണ്. തങ്കുന് കമ്മൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന് ലുക്ക് എന്നാന്ന് പറയുമ്പോ റാംജി റാവു സ്പീക്കിങ്ങിലെ വിജയരാഘവൻ ചേട്ടൻ കൊച്ചിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് ഇരിക്കുക. ആ ലുക്ക് ഉണ്ട് കറക്റ്റ് ആയിട്ട് ശരിക്കും. അപ്പൊ അടുത്ത രണ്ടുപേര് പോരൂ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. ജസീല, ഡയന, ഓൾ ദ ബെസ്റ്റ്. ആൻഡ് Countdown, please. 3, 2, 1. കൈ 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 രണ്ടുപേരും കൈ 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 ഹോൾഡ് ചെയ്യണം. കൈ കൈ അനു കൈ വെച്ച്. ഫൗളാ ഫുൾ കൈ കൊണ്ട് ചെയ്തോണ്ടിരിക്കണേ. അത് കുട്ടിത്തം അല്ലേ, വിട്ടുകളാ കുട്ടിത്തം. ബിനിച്ചേട്ടൻ പറയാ പതുക്കെ മതിയെന്ന്. രണ്ടര കൂടെ ഉള്ളു. ഞാൻ രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ എന്റെ മുതുകിലാണ് കൊണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, അനു നിന്ന് കൊടുത്താ മതി. യെസ് ജസീല. വെൽക്കം ടു ടി ഗ്ലാറ്റ് മീറ്റ്. കൺഗ്രാറ്റുലേഷൻസ് ടു ജസീല ആൻഡ് ഡയന, ഗുഡ് ജോബ്. അപ്പൊ ഈ ടീമിലേക്ക് പോയിന്റ് പോയിരിക്കുകയാണ്. അപ്പൊ 1-1 നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിലെ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഈ ഫൈനൽ റൗണ്ടിൽ ഇവർ എങ്ങനെ കളിക്കണമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ആരാ ജയിച്ച് ആരാ മനസ്സിലാക്കാം. അപ്പോ എല്ലാരും റെഡിയാണ്. തങ്കുന് മാത്രം ചെറിയൊരു എക്സ്ക്യൂസ് ഉണ്ട്. തങ്കുന്റെ ആരോ പിടിച്ചിങ്ങനെ ഇടിച്ചിട്ട് മൂക്ക് ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ തങ്കു മൂക്ക് ഇത്തിരി പ്ലിങ് ആയിട്ടിരിക്കുക. അത് കാരണം പാളത്തിലൂടെ വണ്ടി പോയി. അത് കാരണം തങ്കുന് മാത്രം ചെവിയിൽ വെക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ഉണ്ട്. ശരി, നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. തങ്കു ഓക്കെ അല്ലേ? നമ്മളിതാ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാ. കൗണ്ട് ഡൗൺ. Countdown, please. 3, 2, 1. അത് തന്നെ കൊള്ളാം. ഐശ്വര്യക്ക് ഒരു സാൻഡ് പേപ്പർ ഇട്ട് വരയ്ക്കുന്ന ഒരു ഫീലാണ്. തങ്കച്ചന്റെ സോങ് ഇട്ട് തങ്കച്ചൻ റൂട്ട് മാറി ഇരിക്കുകയാണ്. ഓ, തങ്കച്ചൻ കിടക്കാൻ പാകത്തിന് ഇങ്ങനെ നിന്ന് കൊടുക്കണേ. വെണ്ടൻ പ്രായാധിക്യമുള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല തങ്കുവിന്. ബനിയും പിടിച്ച് വലിച്ചു വെച്ചാണ് ക്ലിപ്പ് മുഴുവൻ കൈ ഇവിടെ അകത്താ. ഇതെന്താ സംഭവിച്ചത്? ബ്രില്യന്റ് പ്ലേ. തങ്കു 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 സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ട് ചാടി കയറണ തീർക്കൂല. തങ്കുവിനോടൊരു ഇന്റർവ്യൂ ചോദിക്കും, ഏത് ദിവസമാണ് ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ദിവസം പറയും. ഓ, വല്യമ്മമാര് പുറം ചൊറിയാൻ നിക്കണ അന്നാ ചാക്കോ. മുടി വെച്ച് കാണിക്കാൻ പറ്റൂല.
പോയി 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 ഫൈനലി തങ്കുന് വിസ്മയി തങ്കു ഇല്ലാന്നൊക്കെ ഗെയിം കണ്ടിന്യൂ. ബ്രില്യന്റ് പ്ലേ. തങ്കുന് പക്ഷെ ഭയങ്കര വിഷമാട്ടോ ഗെയിം ഇത്ര പെട്ടെന്ന് തീർത്തേല്. തങ്കുവേ ആര്യവൈദ്യശാലയിൽ തിരുമിക്കാൻ പോകാൻ ചെന്നതാണ്. ഇങ്ങനെ അങ്ങ് ഒത്ത് ഓൾ ടോട്ടൽ നമ്മള് പോയിന്റ്സ് എടുത്ത് നോക്കുമ്പോ ബിൻചേട്ടാ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് തന്നെ. അതായത് ഈ ഒരു ഗെയിം കഴിയുമ്പോഴും തോറ്റിട്ടുള്ളത് ബിൻവടിമാലി ടീം, ജയിച്ചിട്ടുള്ളത് തങ്കച്ചമിദ്ര ടീം. ചാട്ട കൊടുക്കാൻ വേണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ജയിച്ചത് ഏത് ടീമാ? എന്റെ ടീം. എന്റെ ടീം, അതായത് നമ്മുടെ തങ്കുന്റെ ടീം. എല്ലാത്തിനും എന്റെ ടീമാണല്ലോ ജയിക്കുന്നത്. കുട്ടിയടക്കം അത് പറഞ്ഞു. അതായത് ഈ പിൻവാങ്ങളുടെ ടീം തോൽക്കാണ് അല്ലേ? നമ്മളെ വിട്ടുകൊടുത്തതാ മക്കളെ. അടുത്തതില് നല്ലത് കളിച്ചില്ലെങ്കിൽ തോറ്റാൽ അടി കിട്ടും. അല്ല ഇന്നും കിട്ടും. കിട്ടാനുള്ള എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക എന്റെ അടി ഇപ്പൊ തരാം. ഓക്കെ പ്ലീസ്. കുട്ടിക്കാനം വരൂ. കാട്ടോ ശരിക്കുള്ള പേര് വിളിച്ചാലേ ഞാൻ കുട്ടിയൊന്നുമല്ല, ഞാൻ വലിയ കുട്ടിയാ. അനുക്കുട്ടിയിലെ കുട്ടിയില്ലേ? അതെ. അപ്പൊ കുട്ടീന്ന് വിളിക്കണോണ്ട് എന്താ കുഴപ്പം? ചേട്ടാ ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ ഇത്. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ. ഒരു ഭർത്താവ് ഞാൻ, ഇനി 2 ഭർത്താവ് ആരാണ്? സംഖ്യ നമ്പർ 13. 13 വരാൻ കാര്യം എന്താ? അതൊന്ന് വിവരിച്ചു തരുമോ? പതി എന്ന് പറഞ്ഞ ഭർത്താവ്, അങ്ങനെ 13. എന്താ അറിയായിരുന്നു? അറിയാല്ലായിരുന്നു. ചെവിയിൽ വെറുതെ വെച്ചാണല്ല സുനാനെ. MA മലയാളമാണ്, MA മലയാളം, MA ലിറ്ററേറ്ററാ. അനു അടുത്ത ചോദ്യം ചോദിക്കേ. ചോദിക്കട്ടെ. ബാക്കിലോട്ട് തിരിഞ്ഞു നിന്നിട്ട് വിളിച്ചാൽ വിളിയേക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഒരാളെ ബാക്കിൽ നിന്ന് തിരിഞ്ഞ് വിളിക്കുകയാണ്, അയാൾ എന്തുകൊണ്ട് വിളിയേക്കുന്നു? ചെവിയുണ്ട്. അല്ല പിന്നെ നമ്മളവിടെയൊക്കെ ചെവി ഉണ്ടാണ്. ഇനി നിങ്ങളുടെ അല്ല, അയാൾ ബാക്കിൽ കണ്ണില്ലാത്തതുകൊണ്ട്. പ്രശ്നം. അപ്പൊ അതും കൂടെ ചേർത്താ കൊടുക്കാം കേട്ടോ. 1 2 3 ഗോ. അതാടി ശരിക്കും അറിയാ? എടി SSLC-യിലെ ആമവാദമുള്ള കാലിനാണ് തല്ലണത്. നൊമ്പര വീണേ കരയരുതേ. ഈ കരച്ചില്ല സത്യം ഉണ്ടോ? നമുക്ക് പ്രതികാരം തങ്കുവിനെ ജനങ്ങൾ പൊങ്കാലിടാൻ ഒരു കാരണമായി. ലക്ഷ്മി ഇപ്പൊ എന്താ പറഞ്ഞേ? നമുക്ക് പ്രതികാരം ചെയ്യാം. എങ്ങനെ പ്രതികാരം ചെയ്യും? എന്റെ ടീമിലല്ലേ അവര്. ചേട്ടാ തിരിച്ചറിവില്ലെന്നുള്ളത് മറന്നുപോയി കാര്യം. തങ്കുവിന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അവന് കരഞ്ഞപ്പോ. ഒരു പോക്കറ്റില് ഉള്ളി, ഒരു പോക്കറ്റിൽ അമൃതാഞ്ചൻ, ഈ 2 സാധനം കൊണ്ടാണ് കയറുന്നത്. നേരത്തെ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചേക്കും, എന്നിട്ട് തിരിഞ്ഞു ഇങ്ങനെ അടിക്കുമ്പോ തന്നെ കണ്ണിലേക്ക് നിർത്തിയോണ്ട് കരയാൻ ഒരു ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആയിരുന്നെങ്കിൽ അടിമാലി എത്ര കരണമായിരുന്നു. ഞാൻ പെണ്ണാണെങ്കിൽ അടുത്ത ഷെഡ്യൂളിൽ വരുമ്പോൾ, അതായത് അടുത്ത എപ്പിസോഡിൽ എല്ലാ 3 ഗെയിമിലും ഞങ്ങൾ ജയിച്ചിരിക്കും. ഞാനും എന്റെ ബിൻചേട്ടൻ ഈ ഒരു ഫ്ലോർ വെച്ച് നിങ്ങൾ ചാട്ടടിച്ച് നന്നായിട്ട് തരും. നോക്കി പെണ്ണാണെങ്കിൽ ആക്ഷൻ മാത്രമേ ഉള്ളൂ. പെണ്ണാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ നിന്റെ കുട്ടിത്തോ? ഞാൻ പറഞ്ഞ കുട്ടി 3 ഒരെണ്ണെങ്കിലും ജയിക്കാന്ന് പറയാൻ വളർന്നോ?
കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. കേക്ക് ഇത്തരത്തിലുള്ള വളരെ സന്തോഷമായ മുഹൂർത്തങ്ങൾക്ക് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. സുമ വരൂ. വരൂ, അത് കൊള്ളാലോ. സുമയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? സുമയ്ക്ക് A to Z അറിയോ? അറിയാം. ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരമുണ്ട്, ഏതാ അത്? എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണത്? പെട്ടെന്ന് പറ. ഞാൻ സ്ഥിരം പോയി നിൽക്കുന്നതാണ്. അതെ. പിന്നെ പോയി എവിടെ നിൽക്കും? എവിടത്തെ ക്യൂ? മാവി സ്റ്റോറിന്റെ ക്യൂ. പക്ഷേ മാവേലി സ്റ്റോറിലെ സാധനം മേടിച്ച് കുടിച്ച പൂസ കിട്ടും. ഞാനൊരു വിരുദ്ധം പാടാം. വിരുദ്ധം പാടിക്കണം. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ. അടിപൊളി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ. മധുര സ്നേഹ തരംഗിണിയാ. കാലമാകാശ ഗോപുര നിഴലിൽ, കാലമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി, കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ. മധുര സ്നേഹ തരംഗിണിയാ. സൂപ്പർ. ഹൃദയവാഹിനി തങ്കച്ചന് വെച്ചതുപോലെ നിനക്കും കൊണ്ടുവരണം. ഐഷു സ്പെഷ്യൽ ബോണ്ടിങ് ആണല്ലോ. പിന്നെ പൈസയൊക്കെ പഠിക്കണല്ലോ, ഒരു കുസൃതി ചോദിക്കാം. ടീമിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ? ടീം എവിടെ? ഐഷു ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അനു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ലക്ഷ്മി ചേച്ചിയാ? ലക്ഷ്മി ചേച്ചി ഫ്രണ്ട് അല്ലല്ലോ, സിസ്റ്റർ ആണ്. സിസ്റ്റർ അല്ലേ? അല്ല, ഫ്രണ്ട് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് പറ. ഞങ്ങള് ഫാമിലിയാ. അതെ. ആരും പറഞ്ഞു കൊടുക്കരുത്, എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ്. ഐഷു പറഞ്ഞു 5 അടി എന്നെ തിരിച്ചടിച്ചോട്ടാ. വേറെ ആരും പറഞ്ഞു കൊടുക്കരുത്. പറയൂ. ഒരു പയ്യൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിൽ പോയി. അപ്പൊ കടക്കാരൻ ചോദിച്ചു എന്ത് സാധനമാണ് വേണ്ടത്. അപ്പൊ പയ്യൻ പറഞ്ഞു, ആ പയ്യന്റെ പേരും പറഞ്ഞു, അച്ഛന്റെ പേരും പറഞ്ഞു. എന്താണ് ഉത്തരം? എന്താണ് സാധനം? പയ്യന്റെ പേരും പറഞ്ഞു, അച്ഛന്റെ പേരും പറഞ്ഞു. ആ പയ്യൻ ഞാൻ പറയട്ടെ, 5 അടി എനിക്ക് അടിക്കാലോ. അയ്യോ, പറഞ്ഞു കൊടുത്തു, അവിടെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴുള്ള പരിപാടിയാണ് പറഞ്ഞു കൊടുക്കുന്ന പരിപാടി. കുഴപ്പമില്ല. എനിക്ക് പറയട്ടെ ഉത്തരം. 5 അടി ഇല്ലടാ, പറഞ്ഞു കൊടുത്തെങ്കിൽ അറിഞ്ഞൂടെ? ഇല്ലെന്ന് ഉത്തരം പറഞ്ഞ 5 അടി ടീമേ. ഇത് ഭയങ്കര ഫൗളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഐഷു കുറെ നാളുകൾക്ക് ശേഷം വന്നതാണ്. ക്യാമറ തൊട്ട് സത്യം പറയൂ, ഉത്തരം എവിടെയെങ്കിലും ലീക്ക് ആയോ ഇല്ലയോ? ഇല്ലെങ്കിൽ അറിയാലോ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി തിരിച്ചു വന്നാ. എന്നാ അടിക്ക്. ശരി, ഓക്കെ. ആൻസർ ടീം തന്നെ പറയൂ. കണ്ണൻ ദേവൻ. എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? വലുതാവും തോറും പേര് മാറുന്ന വലുതാവും തോറും പേര് മാറുന്ന കായെന്ന്. ഇനീഷെ കൊന്നാലും പറയരുത്. കാരക്ക. ചെറുതാവുമ്പോ തൈ എന്നാ പറയണത്. ഞാൻ ഉത്തരം പറയട്ടെ? തേങ്ങ. അച്ചിങ്ങ, കരിക്ക്, തേങ്ങ. പാട്ടില് താളം ഇതിൽ കറക്റ്റ് താളായിരുന്നു. നല്ല വേദന എടുത്തിട്ടോ. അടിച്ചത് നല്ല വേദന എടുത്തു. ഭയങ്കര വേദന അതിന്. പണിയായ നല്ല വേദനയാ. എടീ, നിന്റെ ബെസ്റ്റ് അല്ലേ? അയ്യോ, കരയോ? അയ്യോ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. പിന്നെ നീ അറിയാതെ അടിക്കടിയാവണേ.
ഓ എനിക്ക് പേടിയാന്ന്, ഞാൻ എന്ത് ചെയ്യുന്നു? ഈ കരയണ ആൾക്കാരെയൊക്കെ ഒരു സീറ്റിലിരുത്തണേ. നല്ല വേണി ചേച്ചി വയറുണ്ട് അടിച്ചത്. എന്തപ്പ വേണ്ടേ? തിരിച്ചടിക്കണം. വേണ്ട, ഞാൻ തിരിച്ചടിക്കുന്നു. തിരിച്ചടിച്ചോട്ടെ. അതൊരു ബെസ്റ്റ്. അല്ല തിരിച്ചടിക്കും. ഞാൻ അടിച്ചാൽ എനിക്ക് വേന മാറുമല്ലോ. അടിക്കുന്ന സമയത്ത് വേദന ഇല്ലാതെ നല്ല വാശിക്കും വൈരാഗ്യത്തിനും ചെയ്യും. നമുക്ക് ഈ വാശി തിരിച്ചു കൊടുക്കാം. വേദനയില്ല. ഡയാന, കാണിച്ചു കൊടുക്കാടി, ജയിച്ച് കാണിച്ചു കൊടുക്കാം. എന്നോട് എനിക്ക് ഒരു വൈരാഗ്യമില്ല. ഞാനുണ്ട്. ശരി, നെക്സ്റ്റ് വൺ. അപ്പൊ ഒരു സോറി. ഓക്കെ, അടി ഓവറായി പോയി. താങ്ക് യു. അല്ല എന്താ ഓവർ അല്ലാത്ത? എന്റെ ദൈവമേ, സായിപ്പിന്റെ ബംഗ്ലാവിൽ തൂങ്ങി മരിച്ച മദാമ എന്നെ തല്ലാൻ പോവാ. ഞാനൊരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് ഇടയ്ക്ക് 12 മണിക്ക് ഇംഗ്ലീഷ് പാട്ടൊക്കെ കേൾക്കാറുണ്ട്. ഇംഗ്ലീഷ് പാട്ടല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ. I'm tall when I'm young. Oh yeah, come on baby. Oh yeah. I'll be short when I get older. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഓൾഡറാന്ന്. ഞാൻ പറഞ്ഞില്ലേ ബംഗ്ലാവിൽ തൂങ്ങി മരിച്ച മദാമയെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ല. അല്ല ലാസ്റ്റ് പറഞ്ഞിട്ടില്ലേ? ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കോ? ചെറുപ്പത്തില് എനിക്ക് പൊക്കം ഉണ്ടാവും, വയസ്സാകുമ്പോ ഞാൻ ചെറുതാകും, പൊക്കം കുറയും. ആ തങ്കച്ചൻ. ഇതാണ് വലിയ കാര്യം. ആർക്കെങ്കിലും അറിയോ? തങ്കച്ചന് വേണം. ഇവർ രണ്ട് സൈമ. ഓ മെഴുകുതിരി, ക്യാൻഡിൽ. അടിപൊളി. നൈസ് ആൻസർ. പതുക്കെ അടിക്കണേ, ഞാൻ ഇഞ്ചക്ഷൻ എടുക്കണ പോലെ അമ്മച്ചേനെ കൊണ്ടാ. Ready, 1, 2, 3, go. അടിച്ച പുറം പൊളിക്കും. കണ്ടോ ആമ്പിള്ളേർ ഉമ്മ പിടിച്ച കണ്ടോ? നീയൊക്കെ പോയി ചാവടാ. അല്ല, ഏത് ഗെയിം ചോദിച്ചാലും ലിഗ്മെന്റ് പ്രോബ്ലം മറന്നു പോയിട്ടോ ആ ഒരു ഹഗ്ഗില്. ഇപ്പൊ അടിക്കാൻ രണ്ടുപേരും ബാക്കിയുണ്ട്. അവർ രണ്ടുപേരും എന്റെ ഇടതും വലതും വന്ന് നിൽക്കും. രണ്ടുപേരും ചേർന്ന് 1, 2 ഓടിയ വീണ്ടും കിട്ടും. 1, 2, 3. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. സോ ഞാൻ ദിവചിച്ച് ഒന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്, പ്ലീസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. സാധാരണ ഒരു സെലിബ്രിറ്റി വരുമ്പോൾ നമ്മളായിട്ട് സിങ്ക് ആയാൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് ഔട്ട്സ് അല്ലെങ്കിൽ എപ്പിസോഡ്സ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായുള്ളൂ. ചേച്ചി ആദ്യമായിട്ടാണ് നമ്മുടെ ഷോയിൽ വരണേ. അങ്ങനെയൊന്നും അധികം അപ്പിയർ ചെയ്യാറില്ല എവിടെയും. നമ്മുടെ കൂടെ വന്നു, ഇത്രയും നല്ല രീതിയിൽ സിങ്ക് ആയി. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തായാലും തിരിച്ച് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തും സ്റ്റാർ മാജിക് ഹോൾ ടീമിൻ്റെ അടുത്തും പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്. എനിക്ക് കുറേ നല്ല ഓർമ്മകൾ തന്നു ഇവിടെ കുറച്ച് അധികം എപ്പിസോഡ്സ് ആയിട്ട്. ഒരുപാട് സന്തോഷമാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർത്തെടുത്ത് പറയുമ്പോഴും അതിപ്പോഴും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നു എന്ന് അറിയുമ്പോഴും ഒക്കെ ഒരുപാട് സന്തോഷമാണ്. പിന്നെ നമ്മൾ ചിരിക്കുന്നു, കളിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കളി പറയണു. പക്ഷെ അതിൻ്റെയൊക്കെ പുറകിൽ ഓരോ വാക്കുകളുടെയും പുറകിലുള്ള എഫേർട്ട് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ് തന്നെയാണ്. എന്ത് പറഞ്ഞാലും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ ഇല്ലാണ്ട് വളരെ ലൈറ്റായിട്ട്, അതേസമയം ദ ഫൈനൽ ഗോൾ ഇസ് എൻ്റർടൈനിങ് ആണെന്നുള്ള ആ ഒരു ഗോളിലാണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. സോ അതുകൊണ്ട് അതാണ് ഈ പ്രോഗ്രാമിൻ്റെ സക്സസ്സും.
അപ്പൊ അതാണ് ഇതിന്റെ മാജിക്. അപ്പൊ ആ മാജിക് എന്നും അങ്ങനെ ജ്വലിച്ച് നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. അത് അത്രയും പ്രഷ്യസ് ആൻഡ് വാല്യുബിൾ ആയിരുന്നു നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന് കേട്ടോ. കാരണം ഫ്രം യുവർ ഹാർട്ട്. അറ്റ് ദ സെയിം ടൈം ചേച്ചി വന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്നാണ് ഇനി മലയാള സിനിമയിലേക്ക്? കാരണം നമ്മളും ലൈക്ക് ആ ഒരു ജേർണി ആയിരുന്നു, എല്ലാ സിനിമകളിലൂടെയും ആ പാട്ടുകളിലൂടെയും ഒക്കെ പോയി. അപ്പോഴും പറഞ്ഞത് ലൈക്ക് നമ്മൾ പ്രേക്ഷകർക്കൊരു ഹോപ്പ് ഉണ്ട്. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ബിഗ് സ്ക്രീനിൽ എത്രയും പെട്ടെന്ന് വീണ്ടും തിരിച്ചു വരട്ടെ. ഒപ്പം സ്റ്റാർ മാജിക്കിലേക്ക് ഇടയ്ക്കിടയ്ക്ക് US ഇടയ്ക്ക് വരുമ്പോൾ ഒന്ന് വന്നു പോകണം. വൺസ് അഗൈൻ ഫോർ ജോയിനിങ്. താങ്ക്സ് എ ലോട്ട് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു എവരിബഡി. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഒരു കിഡ്ലൻ എപ്പിസോഡ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. Bye.